അടിച്ചു മരിക്കാം. ഞങ്ങളെ വീട്ടിൽ ഞങ്ങൾ ആരും തിരക്കത്തില്ല, കാര്യമില്ല. ജോലി ചെയ്താൽ ആരില്ലാത്തോണ്ടല്ലേ ഞങ്ങൾ ഈ തെരുവോറ് ഇങ്ങനെ കിടക്കുന്നത്. കിട്ടുന്ന വസ്ത്രത്തോടെ ഇന്ന് ഓടി വന്നതുകൊണ്ട് ഇന്നലെ 7:30 വരെ ഞാൻ പിച്ചക്കാരി കിടക്കാൻ അങ്ങ് ഇറക്കാൻ പോകുന്നു, ഇറങ്ങുന്നു, എന്നെ ഇറക്കാൻ വിട്ടില്ല. അത്രയും മനസ്സെനിക്ക് അത്താഴപ്പണി കാര്യമല്ല. 500,000 രൂപ കിട്ടിയാൽ ഞങ്ങളുടെ കുടുംബങ്ങളെ പോറ്റണ്ടേ സാറേ? ഞങ്ങൾ എന്തോ ചെയ്യണം? ഇരിക്കാൻ സാറേ അവര് ഇന്നലെ വന്ന് പറഞ്ഞ് മാറ്റിച്ച് മാർക്ക് ചെയ്തിട്ട് പോയ സ്ഥലത്ത് തന്നെ ആ ഗ്രൂപ്പിന്റെ കൂടെ കയറാതെ അതിന് മാറ്റി ഇതൊക്കെ എഴുതി വെച്ചിട്ട് ഒഴിവാക്കാൻ ഒക്കത്തില്ല. അവരുടെ പുനരധിവാസമേ പറ്റൂ. അവർക്ക് ഒരു സർക്കാർ ഉദ്യോഗസ്ഥർ വന്ന് നിയോഗിച്ച് വെന്റിംഗ് കമ്മിറ്റി വിളിക്കാത്ത എന്താ? വെന്റിംഗ് കമ്മിറ്റി വിളിക്കാത്ത എന്താ? വെന്റിംഗ് കമ്മിറ്റി വിളിക്കാത്ത എന്താ? ഞങ്ങളെ വിളിച്ചിരിക്കും. വെന്റിംഗ് കമ്മിറ്റി വിളിക്കേ, ഞങ്ങൾക്ക് അവിടെ പറയാം. വെന്റിംഗ് കമ്മിറ്റി വിളിക്കേ. എന്നാ ഇപ്പൊ പറയുന്നല്ലോ, എടുത്തോണ്ട് പോകാൻ പറഞ്ഞല്ലോ, എടുത്തോണ്ട് പോയി. പിന്നെന്താ പിന്നെ അറിഞ്ഞില്ല എന്ന് പറയണതിന്, പിന്നെ അറിഞ്ഞില്ല എന്ന് പറയുന്നത് ഇപ്പൊ അത് പറയാനല്ലേ അവര്. ആ ശരി, ഇപ്പൊ അവര് ഹെൽത്തുകാർ വന്ന് പറഞ്ഞല്ലോ. ഞങ്ങള് പോകത്തില്ല ഇവിടെ നിന്ന്. ഞങ്ങളെ ജീവിതമാർഗമാണ്. വെടിവെയ് സാറേ, വെടിവെയ്. ഞങ്ങളങ്ങ് മരിക്കാം. ആ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി ബലിയാടാവാണ്. ആ ഉദ്ദേശങ്ങളാണ് ഇവിടുത്തെ മെയിൻ. അതാണ് ആ ഗ്രൂപ്പിലേക്ക് അല്ലെങ്കിൽ പോലീസിന് ഇടപെടാൻ അധികാരം ഇല്ലാന്ന് പറയുമ്പോ അതിനപ്പുറം ഇല്ലേ പറയുന്നത്? ഞങ്ങൾക്ക് ഉണ്ടെന്നല്ലേ പറയുന്നത്? ആ നിയമം ഒന്ന് വായിച്ചു നോക്കാൻ പഠിക്കുന്നില്ലല്ലോ. ഞാൻ വേണമെങ്കിൽ ഇന്ന് സെക്രട്ടറി കൊടുത്ത വിവരാശത്തിന്റെ കോപ്പി തരാം, സാർ വായിച്ചു നോക്ക്. കൊല്ലം പള്ളിമുക്കിൽ വഴിയോര കച്ചവടം ഒഴിപ്പിക്കുന്നതുമായി സംബന്ധിച്ച് വലിയ രീതിയിലുള്ള തർക്കങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെയാണ് അരങ്ങേറിയത്. കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നിന്ന് കച്ചവടക്കാരെ ഒഴിപ്പിച്ച് അവിടെ ബോർഡുകളൊക്കെ സ്ഥാപിച്ചതാണ്. പക്ഷേ പിന്നീട് ആ സ്ഥലത്ത് തന്നെ വന്ന് ബോർഡുകളും ഒക്കെ നീക്കം ചെയ്ത് അവിടെ കച്ചവടം ആരംഭിക്കാനുണ്ടായത്. അതോടെ കോർപ്പറേഷൻ്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ എത്തി വീണ്ടും ഒഴിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴാണ് കൂടുതൽ പ്രതിഷേധമുണ്ടായത്. നമ്മുടെ നാട്ടിലെ എല്ലാ പ്രദേശങ്ങളിലും വഴിയോര കച്ചവടം സർവ്വസാധാരണമാണ്. എന്നാൽ ഈ ഇതുപോലെയുള്ള സെൻസിറ്റീവായ അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിൽ കച്ചവടം ചെയ്യുന്നത് വളരെ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പം ഇതിനുവേണ്ടി പ്രത്യേക ഒരു സംവിധാനമോ അല്ലെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ തിരക്ക് കുറഞ്ഞ സ്ഥലങ്ങളിലേക്ക് മാറി കച്ചവടം ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ സേഫ്. ഇപ്പോൾ ഈ പഴയാറ്റിൻകുഴി പോലുള്ള പള്ളിമുക്ക് റോഡെന്ന് പറയുന്നത് എപ്പോഴും വലിയ ഗതാഗത പ്രശ്നം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് ഈ വഴിയോര കച്ചവടം കൂടെ വരുമ്പോൾ അവിടുത്തെ ഗതാഗതം വളരെ ബുദ്ധിമുട്ടാവും. ഇപ്പോൾ അപകടം ഇതുവരെ ഉണ്ടാകാതിരുന്നത് ഭാഗ്യത്തിൻ്റെ പുറത്താണെന്ന് വേണം പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് കച്ചവടങ്ങളൊക്കെ മാറ്റി മറ്റ് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് അത് മാറ്റുന്നതായിരിക്കും നല്ലത്. വഴിയോര കച്ചവടക്കാരെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ ഒരിക്കലും അത് പറ്റുകയില്ല. കാര്യം ഇപ്പോൾ തന്നെ നാഷണൽ ഹൈവേയുടെ ഉയരത്തുള്ള കച്ചവടം പൂർണ്ണമായി പോയിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള ബൈ റോഡുകളിൽ കച്ചവടം സാധാരണ ഉണ്ടാവും. അപ്പോൾ ഇത് സുരക്ഷിതമായ സ്ഥലങ്ങൾ നോക്കി കച്ചവടം നടത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത്.